സിനിമയിൽ ഏറ്റവും കൂടുതലുള്ള കോമഡിയാണോ അതോ ഹൊററാണോ? രണ്ടും ഉണ്ട്. അഖിൽ എന്നാടി ഞങ്ങൾ സാധാരണ ആൾക്കാരാണ്, അപ്പം നമ്മളെ സപ്പോർട്ട് ഞങ്ങളൊക്കെ പിന്നെ അസാധാരണ ആൾക്കാരാണ്. അഖിൽ ഷായോട് അന്വേഷണം പറയണത് ഈ കണ്ടന്റിന് ക്ഷാമം ഉണ്ടാവും. ക്ഷാമോനല്ല ക്ഷാമം. ന്യൂജൻ മാത്രമാണോ അത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇത് കോമഡി ആയിട്ട് പുറക്കാവോ? ഏട്ടൻ ന്യൂജൻ അല്ലേ? 23-ാം തീയതി ജനനായകരങ്ങാണ്. ഇതൊരു വെല്ലുവിളിയാവും. സിനിമ വേറെ റീല് വേറെ. അതിൽ ആക്ടറും നമ്മളാണ്, ഡയറക്ടറും നമ്മളാണ്, ക്യാമറയും നമ്മളാണ്. ഒറ്റയ്ക്ക് കിടക്കാൻ ഇപ്പോഴും പേടിയാണ്. ഇല്ല, ഞാൻ പ്രയത്നം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പ്രയത്നം എന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സിനിമ അതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? നന്നായിരുന്നു. ജൂലൈ 24-ാം തീയതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. അന്നത്തെ ദിവസമാണ് മഹാരാജ ഹോസ്റ്റൽ റിലീസാവുന്നത്. ട്രെയിലറിലൂടെയൊക്കെ വലിയ പ്രതീക്ഷ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മില്യൺസ് ഓഫ് വ്യൂസായി, ഒരുപാട് നല്ല കമൻസൊക്കെ കണ്ടു. ഈ ഒരു സിനിമയുമായിട്ട് ഈ ഒരു ട്രെയിലറിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് സൂചനകൾ. ഹോസ്റ്റലുണ്ട്, കോളേജുണ്ട്, സൗഹൃദമുണ്ട്, ഹൊററുണ്ട്, കോമഡി ഉണ്ട്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് റീൽസ്, അപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടിയൊരു വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും തിയേറ്ററിൽ വന്നാൽ തന്നെ സിനിമ ബമ്പർ ഹിറ്റാണ്. ഞങ്ങൾക്കൊരു 100 കണക്കിന് റീൽസ് കിട്ടി. അതിൽ നിന്ന് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു 8 റീൽസ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 1, 2, 3 സ്ഥാനത്തുള്ള ആളുകൾക്ക് പ്രത്യേക ചില സമ്മാനങ്ങളുണ്ട്. എല്ലാവരും ഒരേപോലെ എഫേർട്ട് എടുത്തു. അതിഗംഭീര റീൽസ് ആയിരുന്നു. എല്ലാവർക്കും ഒരുപോലെ തന്നെ കയ്യടി കൊടുക്കേണ്ടതാണ്. അതിൽ തന്നെ 3 പേര് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഈ സിനിമയിലെ സൂപ്പർ താരങ്ങളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. യെസ്, ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട അഖിൽ എന്നാടി സ്റ്റേജിലേക്ക് വിളിക്കാം. അഖിലുമായിട്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. അളിയ എന്ന് വിളിക്കാൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രീഡം ഉള്ള സുഹൃത്തുക്കളാണ്. ആശകളായിരുന്നു പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു അല്ലേ? അപ്പോൾ ഇപ്പോൾ നായകനായിട്ട് വരുന്നു. എന്നേലും പ്രതീക്ഷിച്ചിരുന്നു ഒരു നായകനായിട്ടൊക്കെ? നായകനാകുമെന്ന് ഞാൻ രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ. എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മെയിൻ റോൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്താൽ കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഇതുപോലെ നെഗറ്റീവ് ഷെയ്ഡ്സ് പിന്നെ ഒരുപാട് വരാൻ കിടക്കുന്നു. നായകനാണോ സിനിമയിൽ? 4-5 പേരെ ഞങ്ങൾ കണ്ടു. ഇതിൽ പേരുള്ള എനിക്കാണ് നായിക ഉള്ളത്. നായിക ഉള്ള ആളാണ് നായകൻ. അതെ. അപ്പോൾ ബാക്കി എല്ലാവരും അഖിൽ ഷാ 3 പേർക്കും ഏകദേശം ഈക്വൽ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷേ നായിക ഉള്ളത് എനിക്കായതുകൊണ്ട് അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ട്. അതെ, അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ട്. യെസ്. അപ്പോൾ അഖിൽ ഷായെ വിളിക്കാം നമുക്ക്. ചെറിയൊരു അസൂയുള്ള എന്തെന്നറിയോ? അപ്പോൾ ഞാൻ ഇതുപോലെ വരുന്ന വഴിക്ക് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വൈഫിനോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ ഇന്ന പോലെ നിങ്ങൾ 4-5 പേരുണ്ടാവും, അഖിൽ ഷായോട് അന്വേഷണം പറയണേന്ന് പറഞ്ഞു. എനിക്ക് പെൺപിള്ളേർക്ക് അവനെ മതി. അഖിൽ ഷായോട് അന്വേഷണം. അതെന്താണത് പ്രത്യേകത? പുള്ളി ചെയ്യുന്ന കണ്ടന്റ് നമുക്കില്ലാത്ത എന്തെങ്കിലും? ഞാൻ കൂടുതൽ അങ്ങനൊന്നുമില്ല, എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഒന്നും ഇല്ല. എന്നാലും ഒരു ഇഷ്ടം, പ്രത്യേക ഒരു ഇഷ്ടം. അതെങ്ങനെയാണ് ഇഷ്ടം നേടിയെടുത്തത്? അറിയില്ല. എന്തോ ആ നിഷ്കളങ്കതയാണോ? അല്ല, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കോണ്ടന്റ്സ് കൊണ്ടായിരിക്കാം. ഇത്രയധികം ആശയങ്ങൾ നിങ്ങൾക്കെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മളെപ്പോഴും ആലോചിക്കുന്നതാണ് മനസ്സിൽ. അത് പകുതി കുറേയൊക്കെ റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ പല കണ്ടന്റും കിട്ടും. പിന്നെ ഈ പറഞ്ഞ തൊട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പല കണ്ടന്റ്സും കിട്ടാറുണ്ട്. ഈ പറഞ്ഞ റിലേറ്റബിൾ കണ്ടന്റ്സ്, നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പലതും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ അഖിലിനാരുടെ കല്യാണവും കഴിഞ്ഞു. അതെ, 1 വർഷം 2 വർഷമായി അല്ലേ? അല്ല, 2 വർഷമാവുന്നു. ഫുൾ സപ്പോർട്ടാണ്. അതെ, യെസ്. അപ്പോൾ ഇനി അടുത്തയാളെ നമുക്ക് ക്ഷണിക്കാം. ഇതുപോലെ തന്നെ യൂട്യൂബറാണ്, വ്ളോഗറാണ്, സിനിമയിലുണ്ട്, വലിയ താരമായിട്ട് ഒരു വലിയ ഭാവി ഞങ്ങൾ മുന്നിൽ കാണുന്നു. എവിടെയാണെങ്കിലും നിൽക്കാം. അപ്പോൾ ആൻമരിയ, അപ്പോൾ ആദ്യ സിനിമ ഞാൻ ഒരു സിനിമ ചെയ്തിരുന്നു. അതൊരു ചെറിയ ക്യാരക്ടർ റോളായിരുന്നു ചെയ്തിരുന്നത്. ഇതിൽ ആദ്യമായിട്ട് ലീഡായിട്ട് എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഇതിലിപ്പോൾ നായികയായിട്ട് എത്തി. അതെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളിപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ വന്നപ്പോൾ ഞാൻ മാത്രമേ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവരൊക്കെ ഒത്തിരി റീലൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും പരിചയം എനിക്കുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വർക്ക്ഷോപ്പൊക്കെ തുടങ്ങിയപ്പോൾ റീലിൽ കാണുന്ന പോലെ അല്ല എന്നുള്ളൊരു ഇത് വന്നു. സിനിമ വേറെ, റീല് വേറെ. അതെ. രണ്ടും തമ്മിൽ എന്താ ഒരു വ്യത്യാസം ഫീൽ ചെയ്തേ? മനസ്സിലാക്കിയത് എന്താണ്? ഞാൻ എന്നെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ് ഇവർക്കാണ്. അപ്പോൾ ഇവര് പറഞ്ഞത് വെച്ച് ഞാൻ പറയൂ. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ റീൽ എടുക്കുന്ന സമയത്ത് അതിൽ ആക്ടറും നമ്മളാണ്, ഡയറക്ടറും നമ്മളാണ്, ക്യാമറയും നമ്മളാണ്. എല്ലാം നമ്മളാണ്. അല്ല, എല്ലാം നമ്മളാണ്.
നമ്മുടെ ഒരു കട്ട് പറയാൻ ആളില്ല. ഇല്ല പക്ഷെ സിനിമയിൽ വരുമ്പോൾ കട്ട് കട്ട് പറയാൻ പറയാൻ ആളുണ്ട്. കട്ടേ ഉള്ളൂ. അതാണ് ഒരുപാട് കട്ട് കേൾക്കേണ്ടി വന്നോ? ആ കേൾക്കേണ്ടി വന്നു. നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് റീടേക്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഓരോ കട്ട് പറയുമ്പോഴും വീണ്ടും വീണ്ടും ഇംപ്രൂവൈസ് ചെയ്യാനുള്ളൊരു അതൊരു ത്വരയുണ്ട്. അല്ല, ഓരോ ആൾക്കാർക്ക് ഓരോ പോലെയാണ്. എനിക്ക് ഇങ്ങനെ കട്ട് വരുമ്പോൾ അടുത്തതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയും, പക്ഷെ അവൻ പാനിക്കാവും, ടെൻഷനാവും. അതിന്റെ ആവശ്യമുണ്ടോ? അത് ഓരോരുത്തരുടെ നേച്ചറല്ലേ. നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പാനിക്കാവുന്ന ആളാണ്. ഇടയ്ക്ക് പാനിക്കാം. ഓരോ ഷോട്ട് കഴിയുമ്പോൾ നമ്മളോട് ഒന്ന് ചോദിക്കും എങ്ങനെയുണ്ട് കൊള്ളാവോ, എന്നിട്ട് അവൻ തന്നെ വന്ന് ഷോട്ട് കുറവുണ്ട് ആൾക്ക്. അവൻ വന്ന് ഷോട്ട് കണ്ട് അവനൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, എന്നിട്ടേ ബാക്കിയുള്ളവർ ചോദിക്കത്തുള്ളൂ. പക്ഷെ അത് നല്ലതാണ്, ഒരു തരത്തിൽ നല്ലതാണ് അല്ലേ? നല്ല രീതി നോക്കിയാൽ നല്ലതാണ്. ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു ഹൊറർ കോമഡി മൂവി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഈ അടുത്ത കാലത്ത് തന്നെ ബമ്പർ ഹിറ്റായ ചില സിനിമകളുണ്ട്. ഇപ്പോൾ രോമാഞ്ചം ആണെങ്കിലും അടികപ്പ്യാരെ കൂട്ടമണി ആണെങ്കിലും. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എവിടേക്കോ അതല്ലേ ഇതെന്ന് തോന്നലുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ബേസിക്കലി നമ്മുടെ സിനിമയ്ക്ക് ഇപ്പം പേര് തന്നെ കണ്ടു കഴിഞ്ഞാൽ മഹാരാജ ഹോസ്റ്റൽ എന്നാണ്. പക്ഷെ ഇത് ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി മാത്രം നടക്കുന്ന ഒരു കഥയല്ല. ഹോസ്റ്റലിനെ ലിങ്ക് ചെയ്ത് വേറൊരു പ്ലോട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. അതൊരു വെറൈറ്റി കിടപ്പുണ്ട്. അതെന്താന്ന് പറയാൻ പറ്റത്തില്ല. പാർട്ട് മാത്രമാണ് ഹോസ്റ്റൽ. അതായത് ഹോസ്റ്റൽ മാത്രമല്ല ഈ മൂവിയിലുള്ളത്. ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇഷ്ടപ്പെടുത്തും നമ്മൾ. നിങ്ങളെല്ലാം ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചിട്ടുള്ള ഇല്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. ഡേ സ്കോളർ ആയിരുന്നു. അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഹോസ്റ്റലിൽ പോവാറുണ്ട് ഇടക്ക്. എൻ്റെ അങ്ങനെയല്ല, ലേഡീസ് ഹോസ്റ്റലല്ല കേട്ടോ, ജെൻസ് ഹോസ്റ്റൽ തന്നെ. ആക്ച്വലി എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു കോളേജ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ മതിൽ ചാടും അവരുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിന് മതിൽ അങ്ങനെയൊന്നും കയറ്റൂല പുറത്തുനിന്ന്. ഇല്ല, സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യങ്ങൾ. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? അവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു? സ്റ്റേ ചെയ്യും. നമ്മളിതുപോലെ കെറ്റില് മാഗി ഒക്കെ ഉണ്ടാക്കും. അങ്ങനത്തെ കുറെ പരിപാടികൾ രസമായിരുന്നു. മതിലാടി പോയിട്ട് മാഗി ഉണ്ടാക്കി. എപ്പോഴും നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല, കേറ്റൂല, അറിയാണ്ടൊക്കെ പോവാ. അപ്പോൾ അതിന് മാഗി കഴിപ്പ് മാത്രമേ ഉള്ളൂ, വേറെ കളി തമാശകള് എന്തെങ്കിലും പ്രത്യേക അനുഭവം? എല്ലാ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ലല്ലോ. പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു 1-2 ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ തന്നെ പാട്ട് പാടി ആ ഓളം വൈബൊക്കെ അതൊക്കെ തന്നെ ഉള്ളൂ. മെയിനായിട്ട് മാഗി കഴിക്കാനാണ് മതിലാടി പോകും. അങ്ങനെയല്ല, അവരുടെ കൂടെ ഹോസ്റ്റൽ വൈബ് അങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിച്ചുപൊളി ആ ഒരു ഓർമ്മകളുണ്ട് മനസ്സിൽ. നിങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. മെർച്ചനേവിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെർച്ചനയുടെ കോഴ്സ് പഠിക്കാൻ വേണ്ടി പൂനെയിലായിരുന്നു. പൂനെയിൽ അവരുടെ കോളേജ് ESM എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിയുടെ കോളേജ് ഉണ്ടായിരുന്നു, സമുദ്ര എന്ന് പറഞ്ഞ്. അവിടെ പഠിച്ച് അത് ബാക്കി ഡയലോഗ് അവനറിയാം, കാരണം ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എല്ലാവരും ചോദിക്കുന്നത് എല്ലായിടത്തും. ഓക്കെ. അപ്പം വെറൈറ്റി അല്ലായിരുന്നു ഈ ചോദ്യം. ഓക്കെ. അപ്പം അവിടെ ഹോസ്റ്റലിൽ നിന്ന് അവിടെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം അവിടെ നിന്ന് വാർഡൻ എന്നൊക്കെ പറയുമ്പം എക്സ് നേവി ആയിരുന്നു വാർഡൻസ് ഒക്കെ. അപ്പോൾ അതുപോലെ സ്ട്രിക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു അടിച്ചുപൊളി നടന്നിട്ടില്ല അവിടെ. പറ്റത്തില്ല അടിച്ചുപൊളി. കാരണം നമ്മൾ രാവിലെ 5 മണിക്ക് എണ്ണിക്കണം, എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാം കൃത്യം ടൈം ആയിരിക്കും. വേറൊരു മൂഡാണ്. പക്ഷെ എന്നാലും അതിനകത്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല ആ വാർഡനും ഈ സിനിമയിലെ വാർഡനും തമ്മിൽ ചെറിയൊരു മാച്ചുണ്ട്. അതെന്താ? അത് സിനിമ കാണണം, കൂടുതൽ അറിയണമെങ്കിൽ സിനിമ പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഹോസ്റ്റലിനെ കുറിച്ചിട്ട് കേട്ടിട്ടും അറിഞ്ഞിട്ടും കണ്ടിട്ടും ഒക്കെ ആ ഒരു അനുഭവം ഉണ്ടല്ലേ, ഓർമ്മയിലുണ്ട്. അതൊക്കെ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേയൊക്കെ. ഓക്കെ. ആൻമരിയ? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പക്ഷെ ഇവിടെ എന്റെ ഞാൻ ഹോസ്റ്റലല്ല, മൂവിക്കത് ഞാൻ ഹോസ്റ്റലല്ല. ലേഡീസ് ഹോസ്റ്റലിലും അല്ല, ഡേ സ്കോളറാണ്. പക്ഷെ അവള് മതിൽ ചാടുന്നുണ്ട് ഇതില്. ഏകദേശം കഥയെല്ലാം ഞങ്ങൾക്ക് കിട്ടി. മതിലാട്ടമാണ് മെയിൻ. ഓക്കെ. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചിട്ടേ, ഈ ഒരു ഹൊറർ ആണല്ലോ പരിപാടി, നേരിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഹൊറർ അനുഭവങ്ങൾ, ഒരു പ്രേത അനുഭവം? അത് ഫ്രഷ് ആയിരുന്നു കേട്ടോ. അത് ഫ്രഷ് ചോദ്യമായിരുന്നു. അത് അവനൊരു 4 കഥകൾ പറഞ്ഞായിരുന്നു. ഇന്നൊരു പുതിയ സ്റ്റോറി പറയും. ഓരോ ദിവസം അവൻ ഓരോ രാജ്യത്തെ കഥ ഇറക്കുന്നത്. ചിലപ്പോൾ ഇന്തോനേഷ്യൻ ഇറക്കും. അല്ല, ഇതൊക്കെ റിയൽ ലൈഫ് സ്റ്റോറീസ് ആണ്. ഒരിടത്തും പറയാത്തൊരു കഥ പറയാമോ? ഒരിടത്തും പറയാത്തല്ല, പക്ഷെ കുറച്ച് പറഞ്ഞൊരു കഥ പറയാം. അത് പറയാം. ദുബായ് പ്രേതം പറയാം. എൻ്റെ മാമൻ റാസൽ ഗൈമയിലായിരുന്നു. അപ്പം മാമൻ്റെ റൂമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാരെ ഡബിളായിട്ട് കാണുമായിരുന്നു. അതായത് ഇപ്പോൾ മാമനൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മാമൻ്റെ ഫ്രണ്ട് റൂമിൽ റെസ്റ്റ് ചെയ്യായിരിക്കും. പക്ഷെ ഇതേ ഫ്രണ്ടിനെ തന്നെ മാമൻ കിച്ചണിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവും. അപ്പൊ ആദ്യം ഇവർക്ക് വെള്ളം അടിച്ച് കിണ്ടിയായിട്ടായിരിക്കും. അല്ല ആദ്യം ഇവർക്ക് എങ്ങനെ തോന്നലാന്ന് വിചാരിച്ച്. പക്ഷെ എല്ലാവരും ഇതേപോലെ ഉപദ്രവങ്ങളൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ആൾക്കാരെ ഡബിളായിട്ട് കാണുക. അതുപോലെ രാത്രിയൊക്കെ വാതിൽ മുട്ടുക, ജനൽ മുട്ടുക, റൂമിലൂടെ നടക്കുന്ന പോലത്തെ സൗണ്ട്, ആളനൊക്കെ ഉള്ള പോലെ അവർക്ക് ഫീൽ ചെയ്യുക. അവരില്ലാണ്ട് അവിടെ ആ ഒരു എക്സ്ട്രാ ഉള്ള പോലെ ഫീൽ ചെയ്യാം. ഒരു ദിവസം ഇതുപോലെ എൻ്റെ മാമി ഉമ്മമ്മയും കൂടെ വിസിറ്റിങ്ങിന് പോയ സമയത്ത് ഇതേപോലെ എല്ലാവരും ജോലിക്ക് പോയിക്കുക. അപ്പോൾ മാമി ഉമ്മമ്മയും കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാമി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാമൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞ് വന്ന്
ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ മാമി ചോദിച്ചു നിങ്ങളുടെ ഇന്ന് നേരത്തെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ജസ്റ്റ് ഒന്ന് ചിരിച്ച് ഒന്നും പറയാണ്ട് പുള്ളി റൂമിലോട്ട് കയറി ഡോർ അടച്ച്. 3 BHK ഡോർ അടച്ച്. അത് കഴിഞ്ഞിട്ട് മാമിക്കുട്ടിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ TV ആണായിരുന്നു. TV കണ്ട് ഇങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ഒന്നുകൂടെ പുള്ളി എൻട്രൻസിൽ നിന്ന് ഡോർ തുറന്ന് വീണ്ടും വരുന്നത്. അപ്പോൾ മാമി ചോദിച്ചു നിങ്ങളല്ല നേരത്തെ വന്നേ, വീണ്ടും എപ്പോഴാണ് പോയതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഞാനിപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ നേരത്തെ കണ്ടത് ആരായിരുന്നു? ആരെ കുസൃതി ചോദ്യം അല്ല. ഓക്കെ ഓക്കെ, ഇതെല്ലാവരും സ്തബ്ധരായിട്ടിരിക്കുന്നു. അവരൊക്കെ ഏത് സിനിമ എന്ന് ആലോചിക്കുമായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടിയ കഥയായത്? അല്ല, അവിടെ ശരിക്കും actually മലയാളത്തിൽ വന്നിട്ടില്ല. ഇതിലുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഹൊറർ അനുഭവം? ഇല്ല. പ്രേതത്തിന്റെ പേടിയുണ്ടോ? പക്ഷേ ചെറുതായിട്ട് മുഖത്ത് ആ പേടി കാണുന്നുണ്ട് ഇല്ലേ? സിനിമയിൽ അങ്ങനെ ഒരു പേടിക്കുന്ന രംഗമുണ്ട്. അതിനകത്ത് ഫുള്ളും പേടിയാ. ഓക്കെ ഓക്കെ, പ്രേതം വരുന്നുണ്ട് സിനിമയിൽ. പ്രേതത്തെ ഈ ട്രെയിലറിനകത്ത് നിങ്ങൾ ആരെയും കണ്ടില്ലേ? ചില സൂചനകൾ കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കോട് ചോദിക്കാം. ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രഷ് അല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളോട്, നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചാലോ കുറച്ച് ചോദ്യങ്ങൾ? നിങ്ങൾക്ക് എന്തും ചോദിക്കാം. എന്തും ചോദിക്കാം അല്ലേ? എന്തും ചോദിക്കാം. 23-ാം തീയതി ജനനായകരങ്ങാണ്. ഇതൊരു വെല്ലുവിളിയാവോ? ജനനായകന് വെല്ലുവിളിയാവുമെന്നോ? അതെ, ജനനായകന് നിങ്ങളൊരു വെല്ലുവിളിയാവുമെന്ന്. വിജയായിട്ട് ക്ലാഷ് അഖിലന്നാരുടെ. അഖിലന്നാരുടെയും വിജയും തമ്മിലുള്ള ക്ലാഷിൽ ആര് തൂക്കും? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞോ. മുഖ്യമന്ത്രിയും കൂടിയാണ്. അതെ, എനിക്ക് അങ്ങനെ തോട്ടൊന്നുമില്ല. ഇല്ല, 2 പടവും ഇല്ല, ഞങ്ങളുടെ പടം ഓടണം. ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. 2 വൈബാണ്. അതല്ലേ, നല്ല ഫ്രഷ്. അതുപോലെ ആനയും ഉറുമ്പും നമ്മളിങ്ങനെ നോക്കിയിട്ട് ക്ലാഷ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമുക്കും അതിന്റെ ഒപ്പം അല്ലേ ഒന്ന് ഒപ്പം പിടിക്കാൻ നമ്മൾ നോക്കും. ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബഡ്ജറ്റ്, ചെറിയ നടന്മാർ അഭിനയിക്കുന്ന മൂവി, അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ആ ഒരു കഷ്ടപ്പാടിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അടുത്ത ഫ്രഷ് ചോദ്യം. അഖിൽ ചേട്ടനും അഖിൽഷാ ചേട്ടനും കുറേ കോമഡി ചെയ്യാറുള്ളതല്ലേ, അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ള കോമഡിയാണോ അതോ ഹൊററാണോ? രണ്ടും ഉണ്ട്. ഇതിൽ ആരാണ് അപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് അതുകൂടി നമുക്കറിയണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടുതൽ സ്കോർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയതാണ്. അത് ചിലപ്പോൾ ഓഡിയൻസ് ആയിരിക്കും തീരുമാനിക്കേണ്ടത്. കാരണം ഇറങ്ങിയിട്ട് നമുക്ക് പറയാൻ അതെ, പറയാൻ പറ്റും. ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. കോമഡി ആയിട്ട് ചെയ്യുന്നില്ല. അപ്പം ഇനി ഇവർ ചെയ്യുന്നത് കണ്ട് നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. ഈ കോമഡിയും ഹൊററും ഇത് രണ്ടും മാച്ച് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച്? ഏറ്റവും പാട് ചെയ്യാൻ കോമഡിയാണ്. വർക്കാവാൻ ഏറ്റവും പാട് കോമഡിയാ. ഹൊറർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കുറച്ച് BGM ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കറക്റ്റ്. പക്ഷേ കോമഡി എന്ന് പറഞ്ഞ സാധനം വർക്കൗട്ട് ആവാൻ ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മുടെയൊക്കെ താരങ്ങളുടെയൊക്കെ ആ ഒരു അല്ലെ പഴയ സിനിമകളെ കാണുമ്പോൾ ഇപ്പോഴും ജെൻസിനൊക്കെ കാണുമ്പോൾ നമുക്ക് അത് സ്തുതിച്ചു പോകും. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം. അല്ല, ഈ റീൽസ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്നുള്ള ഫാമിലി ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞിട്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല മെർച്ചൻ്റ് നേവിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ഓൾറെഡി എന്തായാലും ഒരു എന്താ പറയുക ആൾക്കാർക്കൊരു താല്പര്യക്കുറവ് കാണുമല്ലോ വീട്ടുകാർക്ക്. അത് ബേസിക്കലി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിലോട്ട് തിരിഞ്ഞാലും അവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കി കാണിക്കാൻ പറ്റുമെന്ന് നമ്മളൊന്ന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഓപ്പോസിഷനൊക്കെ മാറിക്കോളും ആൾക്കാർ, പിന്നെ സപ്പോർട്ടായി തുടങ്ങും. അല്ല, ഇപ്പോൾ ഇതേ ഈ പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുക, ഇതൊരു കരിയർ ആക്കി മാറ്റാം, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ വരുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട സമയം ഇപ്പം. ലൈക്ക് ഈ പറഞ്ഞോട്ട് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നതും ഒരു എന്താ പറയുക ഒരു പുതിയ ഒരു ജോലി സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ് കണ്ടന്റ് ക്രിയേഷൻ. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ കാണുന്ന കൂട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതും ഭാവിയിൽ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അത്രയും സമയവും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ കണ്ടന്റും ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ ഒരു 30 സെക്കൻഡ് കണ്ടന്റിന് വേണ്ടി നേരെ എടുക്കുന്നു, ക്യാമറ എടുക്കുന്നു, ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഇവർ തന്നെ പറയും ഇവൻ രാവിലെ 5:30 എണീക്കും കണ്ടന്റ് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് കിട്ടാൻ വേണ്ടി താമസമല്ലേ, കാരണം നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടായിരിക്കും ഒരു കണ്ടന്റ് കിട്ടുന്നത്. അപ്പം അതിന് ടൈം എടുക്കും. അല്ല, അതേപോലെ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാർക്കും പറഞ്ഞുള്ള കണ്ടന്റ് ക്രിയേഷനിൽ കുട്ടികൾ ചെയ്യാൻ വേണ്ടി പോകുമ്പം ചിലപ്പം വേണ്ടാന്ന് പറയും. ലൈക്ക് അത് അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, കാരണം പഠിത്ത കുഴപ്പവും അതൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇതും ഈ പറഞ്ഞ ജോലി മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ സൂപ്പറാണ്. അല്ല, ഇതൊരു ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു സംഭവം അന്ന് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം. ഈ ന്യൂജൻ മാത്രമാണോ അത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇത് കോമഡി ആയിട്ട് വർക്കാവോ? എല്ലാവർക്കും ഒരുപോലെ റിലേറ്റബിൾ ആവുന്ന ഒരു മൂവിയാണ്. അതെ, ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ ജനറേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല. ഹോസ്റ്റൽ പശ്ചാത്തലമൊക്കെ കൂടുതലും ഈ യങ്സ്റ്റേഴ്സിനായിരിക്കും റിലേറ്റബിൾ ആയിട്ട് ഉണ്ടാവുക. ചേട്ടൻ ന്യൂജൻ അല്ലേ? ന്യൂജനാണ്. പിന്നെ ആരുടെ കാര്യം ചോദിച്ചേ? ഞാനും ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ വേറെ ചേച്ചിയുടെ കാര്യമാണ് ചോദിച്ചത്. ഇത് അധികം അങ്ങനെ ന്യൂജൻ സ്റ്റോറി പറയുന്ന ഒരു സംഭവമല്ല. ചേട്ടൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടല്ലേ? ഇല്ല.
ഇല്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇല്ലില്ല. അനുഭവങ്ങളൊന്നുമില്ല. ഏയ്. ഓക്കെ. ഈ കൂട്ടത്തിലെ ഹോസ്റ്റലിൽ നിന്ന് ഒരു നല്ല എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ആ. ഇതിപ്പോ എല്ലാം പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ വെച്ചപ്പോ കെറ്റില് മാഗി ഉണ്ടാക്കണത് മാത്രം പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും എന്തിനാ ഈ മാഗി ഉണ്ടാക്കുന്നത്? വേറെ സാധനമില്ലല്ലോ നമുക്ക്. അതേ പബ്ലിക്കായി പറയാൻ പറയാൻ പറ്റും. അതാണ് മെയിൻ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഒരു ഫുഡ് ഉണ്ട്, അത് ഒരു കിഡിലെ സാധനമാണ്. ഏതാ? ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്നത് അത് പറഞ്ഞാൽ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന ചപ്പാത്തി, അങ്ങനെ കുറച്ച് സ്പെഷ്യൽ സാധനം കിട്ടും. അപ്പം നമുക്ക് ഏക സോഴ്സ് ഉള്ളത് ഈ കെറ്റിൽ വെച്ചിട്ട് മാഗിയാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡേ സ്കോളേഴ്സ് ഇതേമാതിരി മതിലേടി വിട്ട് വരും. ഹോസ്റ്റലിലെ ഫുഡിനെ കുറിച്ചുള്ള പരാതികൾ അവസാനിക്കുന്നില്ലല്ലോ, ഇപ്പോഴും പ്രശ്നമാണോ? ഓ, ഞങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ബിടെക് കടന്നപ്പോൾ ബിടെക് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് മെസ്സിൽ നിന്ന് കഴിക്കുമ്പോൾ ഷാമ്പു വരെ കിട്ടിയ ടീമാണ്. നല്ല മണത്തിന് വേണ്ടിയിട്ട് മൂപ്പര് കഴുകിയത് അത്ര പോണ്ട. ഇപ്പം നമ്മൾ ഈ റൂമിൽ തന്നെ കുക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഈ കുക്കറൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ കുക്ക് ചെയ്യാൻ മറ്റേ സെക്യൂരിറ്റി വരും, ഡോ KSEBക്കാർക്ക് പൈസ കൊടുക്കണടാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവും. ഈ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാം ഉടക്കാണോ? ഹോസ്റ്റലിലെ ഈ വാർഡന്മാരെല്ലാം ഉടക്കാണോ? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 12 മണിക്ക് ശേഷം നീച്ചിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഞാൻ കണ്ടിട്ടില്ല. 12 മണി കഴിഞ്ഞാൽ ഉറക്കാണ്. അപ്പോൾ ഇതേമാതിരി 1 മണിക്ക് ഡേ സ്കോളർ ചാടി വരും. അത് ഈ 12 നമ്മൾ ചാടി വരിക. അപ്പം നിങ്ങൾക്ക് ചാടാനുള്ള സൗകര്യം ഒരുക്കി തരികയാണോ അവർ? അതെ. അത് ഞങ്ങൾ ഇതേമാതിരി വെച്ചായിരുന്നു. അപ്പൊ ചാടി അവസാനം ചാടിയപ്പോ എക്സൈസിന്റെ വണ്ടി അത് കൂടെ പോയി. എക്സൈസും നിങ്ങളുടെ ചാട്ടുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. പക്ഷെ രാത്രി 1 മണിക്ക് ഒരാൾ മതിൽ കടന്ന് കണ്ടാൽ മറ്റേ സംശയം വരും, സസ്പീഷ്യസ് ആണല്ലോ. അപ്പോ സെക്യൂരിറ്റി വിളിച്ച് അപ്പൊ ആ വഴി ബ്ലോക്കായി. അവിടെ ക്യാമറ വെച്ച് വലിയൊരു കമ്പിവേലിയും കിട്ടി. വലിയ കലാപം ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യനാണ്. തുടക്കത്തിൽ എന്താ ചോദ്യം ചോദിക്കാൻ വേണ്ടിയല്ലേ വന്നത്? അത് ശരിയല്ലേ, സോറി. ഇപ്പൊ ഞാൻ ചെറിയ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണതാണ്. ഒരു 1K പോലും ആയിട്ടില്ല, ചെറിയൊരു കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് ഫിലിം ഓർ കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ടൊരു സിനിമയ്ക്ക് വരാൻ ഏതാണ് ബെറ്റർ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതെ. കാരണം ഇപ്പം നമ്മളൊന്നും ഷോർട്ട് ഫിലിമിലും ഒന്നും ചെയ്ത് വന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ വിളിച്ചതും റീൽസ് കണ്ടിട്ടാണ്. ഇപ്പം നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഈവൻ സെലിബ്രിറ്റീസ് വരെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മളോട് അഭിപ്രായം പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിംസിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്നത് ഒരു പക്ഷേ റീൽസ് ആയിരിക്കാം. എനിക്ക് തോന്നുന്ന രണ്ടും. കാരണം എന്ന് വെച്ചാൽ റീൽസിലെ അഭിനയം വേറെയാണ്, ഷോർട്ട് ഫിലിംസിലെ അഭിനയമാണ് പിന്നെയും മൂവിയായിട്ട് കുറച്ചും കൂടെ സിമിലർ ആയിട്ടുള്ളത്. ഇപ്പം എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത് ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വർക്ക്ഷോപ്പിലാണല്ലോ ഇവരിപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ റീൽസിൻ്റെ അത്രയും എക്സ്പ്രഷൻസും ഇതും വേണ്ട, സബ്റ്റിലായിട്ട് മതി എന്ന് പറയും. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് എത്താനും ആൾക്കാരെ പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയാനും റീൽസ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട് ഫിലിം പോർട്ട്ഫോളിയോ ഉള്ളതും ഒരു പ്ലസ് ആയിരിക്കും. എല്ലാം നല്ലതാണ്. അതെ. അഖിൽ ഷാ, ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഇപ്പോൾ പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ സൂപ്പർ താരങ്ങളാണോ? മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി ഉണ്ടോ? ജയറാമേട്ടനുണ്ടോ? ദിലീപേട്ടനുണ്ടോ? ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടേക്കാം. പിന്നീടൊരു ഡയറക്ടർമാരെ നോക്കിയിട്ടൊക്കെ സിനിമ കാണുന്നൊരു സമയം. ഇപ്പോൾ സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ആളുകൾ വേണമെന്നില്ല. ഇപ്പോൾ റീൽസിലെ താരങ്ങൾ അഭിനയിച്ചാൽ വലിയ സൂപ്പർ ഹിറ്റായിട്ട് മാറാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ചരിത്ര ഹിറ്റാണ് വാഴ 2. ഹാഷ്റിൻ ടീമുമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഒരു വലിയൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോൾ സിനിമയിൽ പല ആൾക്കാരുടെ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ സിനിമയിൽ വരാൻ കഷ്ടപ്പെടുന്നത് ഒരുപാട് ഈ നാടകത്തിൽ പോയിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് മിമിക്രി ഒക്കെ ചെയ്തിട്ടാണ് പല ആർട്ടിസ്റ്റുകളും സിനിമയിൽ എത്തിയിട്ടുള്ളത്. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ സിനിമ ചെയ്താണ് അവർ സിനിമയിൽ വലിയ സിനിമയിൽ കയറുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ തുടക്കക്കാർ സിനിമയെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. അത്രയും തുടക്കക്കാരായിട്ട് പോലും നമ്മൾ റീൽസ് കണ്ടിട്ട് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തുടക്കം തന്നെ നായകന്മാരായിട്ട്, അതെ, തുടക്കം തന്നെ ഇങ്ങനെ വലിയ ലീഡ് റോളൊക്കെ തരുമ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പ്രൗഡ് മൊമെൻ്റ് ആണത്. യെസ്, ഓക്കെ. മലയാളം സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത വ്യൂവേഴ്സിൻ്റെ. അവർ ഈ പറഞ്ഞാൽ ഇപ്പം അവർ ഏറ്റവും നല്ലത് കണ്ടാൽ അക്സെപ്റ്റ് ചെയ്യും. കണ്ടന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരഭിനയിച്ചാലും അക്സെപ്റ്റ് ചെയ്യും. യെസ്. കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നിങ്ങളെടുത്ത് ഏറ്റവും കൂടുതൽ എടുത്ത തയ്യാറെടുപ്പ് എന്തായിരുന്നു ഷൂട്ടിന് മുമ്പേ? വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. വർക്ക്ഷോപ്പ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മീറ്റർ നമ്മൾ ഇടുന്ന മീറ്റർ ഉണ്ടല്ലോ, റീലിൻ്റെ മീറ്റർ ആയിരിക്കത്തില്ല ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ട, അതായിരിക്കത്തില്ല ഷോർട്ട് ഫിലിമിന് വേണ്ട. ഇപ്പോൾ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. അത് കുറച്ച് പാടായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ഈ പറഞ്ഞ വർക്ക്ഷോപ്പൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ആ റീലുള്ള പോലെ തന്നെ ആയിരിക്കും കൂടുതലും പെർഫോം ചെയ്യുക. അപ്പോൾ അവർ പറയും ഈ ക്യാരക്ടറിന് അത്ര വേണ്ട, ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റണം. അപ്പോൾ അത് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു 2 ഷെഡ്യൂളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിലോട്ട് അറിയാണ്ട് മാറിപ്പോയി. ഷൂട്ട് ചെയ്യുമ്പോൾ പറയും ഷാമോൻ വേണ്ട വർക്കി മതി. വർക്കി എന്നാ അവന്റെ ക്യാരക്ടറിന്റെ പേര്. അരവിന്ദ്. ഓക്കെ, ചോദ്യം.
ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നമ്മൾ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരുപക്ഷെ വിമർശിക്കപ്പെടുക എന്നുള്ളത് ഒരു കോമൺ കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സിനിമയിൽ തന്നെ ട്രെയിലർ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഒത്തിരി വിമർശനങ്ങളും നേരിട്ടതായിട്ട് പലയിടത്ത് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഖിൽ ചേട്ടൻ്റെ കുറച്ച് പാപ്പറാസിയുടെ കൂടെ നിൽക്കുന്ന കുറച്ച് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ഈ വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ ഈ വിമർശിക്കപ്പെടുക അല്ലെങ്കിൽ വിമർശനങ്ങൾ എത്രത്തോളമാണ് ഒരു മൂവി റിലീസ് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പടം നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് റിലീസ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റ് അത് ആ ഒരു മൂവിയുടെ ഒരു ഇത് ബാധിക്കുന്നു? അതുപോലെ തന്നെ ഈ വിമർശനങ്ങൾ അങ്ങനെ വിമർശിക്കുന്നവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇപ്പം നമുക്കൊരു പടം കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയണം. പക്ഷെ അതിന് പറയേണ്ട ഒരു രീതിയുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ ഒരു മൂവി കണ്ട് എനിക്കിത് വർക്കായില്ല, പക്ഷെ അതിന് പകരം ഇതുപോലെ ആ പടം ഒട്ടും കൊള്ളത്തില്ല, വെറും മോശമാണെന്ന് പറയുന്നത് വളരെ മോശം. അപ്പം നമുക്ക് പറയാം, നമുക്ക് എൻ്റെ ഒരു എൻ്റെ വ്യൂവിൽ പറയുകയാണ് ഈ പടം എനിക്ക് വർക്കായില്ല, ദാറ്റ്സ് ഫൈൻ. പക്ഷേ അതുപോലെ ആയിരിക്കണം നല്ല വാക്കുള്ളവർ കാണുമ്പോൾ. പക്ഷെ നമ്മുടെ ഈ പടത്തിൻ്റെ ടീസർ ഇറങ്ങിയപ്പോഴും പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഒക്കെ കുറേ ആൾക്കാർ നല്ല നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ എന്നാൽ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് അത് സങ്കടം തോന്നിയിട്ടില്ല. ലൈക്ക് ഓക്കെ, എൻ്റെ അഭിനയം ഒരു പക്ഷേ അതുപോലെ ആയതുകൊണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇറങ്ങാത്ത ഈ പറഞ്ഞ പടത്തിൻ്റെ കഥ പോലും അറിയത്തില്ല, ഒന്നും കാണുന്ന ആൾക്കാർ പടം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിലയിരുത്തുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഈ മൂവി റിവ്യൂസിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഞാൻ അതിലോട്ടാണ് കടന്നു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ കണ്ടിട്ട് എനിക്ക് വർക്കായില്ല, അപ്പോൾ നിങ്ങളും കാണരുത് എന്ന് പറയും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാളുടെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർ കണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ക്രിറ്റിസിസം ലൈക്ക് ഇപ്പോൾ ആക്ടിങ് പോരാ, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, ഡയറക്ടറിൻ്റെ സ്കില്ല് പോരാ, ക്യാമറ പോരാ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഈ പടം മൊത്തത്തിൽ പോരാ, ആരും കാണരുത് എന്നൊന്നും ഒരിക്കലും ഒരാളും ഒരു റിവ്യൂവറും പറയാൻ പാടില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനും തന്നെ എൻ്റെ ഫസ്റ്റ് സിനിമ മുന്നേക്കെ ഞാൻ സ്റ്റോറി ഇങ്ങനെ ഇട്ടിരുന്നു. ഓരോ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോഴും ഞാൻ അങ്ങനെ സ്റ്റോറി ഇട്ടിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ സ്റ്റോറി ഇടുമായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് മൂവി ചെയ്തതിന് ശേഷം ഞാൻ ഒരു സിനിമക്ക് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ടില്ല. കാരണം ഞാൻ കണ്ടത് ആൾക്കാരുടെ കഷ്ടപ്പാട്. നമുക്ക് ചിലവാകുന്ന ഒരു 100 രൂപയാണ്. ആ 100 രൂപ ഞാൻ വില കുറച്ച് കാണുകയല്ല, അതുണ്ടാക്കാനും കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ ഇടുന്ന എഫേർട്ട് ഉണ്ട്. രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് പല ആൾക്കാരും ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് പറയാൻ തോന്നൂല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, അപ്പോൾ കുറ്റം പറയാതിരിക്കുക അല്ലേ? അല്ല, കുറ്റം പറയണം എന്തായാലും. ഈ പറയുമ്പോൾ 150 രൂപ മുടക്കുന്നതല്ലേ, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയണം. പക്ഷെ പറയേണ്ട രീതി മാത്രം നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ. ഇപ്പൊ അവര് പറയുന്ന ക്രിറ്റിസിസം അനുസരിച്ചാണ് നമുക്ക് അടുത്ത ഒരു വർക്കിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ രീതിയിൽ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നത് എപ്പോഴും അപ്രീഷിയേറ്റഡ് ആണ്. ശരി, ഓക്കെ, ചോദിച്ചു. ഞാൻ ചെറിയൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഒരു 32K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. 2 മാസമായിട്ടുള്ള ഞാൻ. പേരെന്താ? അലൻ. ബ്രോ എൻ്റെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടന്റ് ചെയ്തത്. ആണോ? ശ്രദ്ധിക്കാതിരുന്നായിരിക്കും, അറിയില്ല. നിങ്ങൾ തമ്മിൽ നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഒരു അപ്രതീക്ഷിത ബന്ധം. ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ബ്രോ, ഞങ്ങളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്തെങ്കിലും ഒരു ടിപ്പ് തരാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് മാക്സിമം വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ഇപ്പം നല്ലതോ ചീത്തയോ ഒരുപാട് നോക്കാതെ കറക്റ്റ് ടൈമിന് കണ്ടൻസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ഇത് പനൽ കാണും, നല്ലത് കാണും, നെഗറ്റീവ് വരും, എല്ലാം വരും. പക്ഷേ നെഗറ്റീവൊക്കെ വരുമ്പോൾ തന്നെ തളരാതെ വീണ്ടും പോസിറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ദിവസവും കണ്ടന്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുമോ? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നിക്ക് എങ്ങനെയാണ്, ഞാൻ ഏകദേശം 2 വർഷത്തോളം എല്ലാ ദിവസവും കണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരു ടൈമൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, എല്ലാ ദിവസവും ഈ ടൈമിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ ഉണ്ടോ? പക്ഷേ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അൽഗോരിതം വെച്ച് നല്ല കണ്ടന്റ് എപ്പോൾ ഇട്ടാലും അത്യാവശ്യം ഓടും. ഈ കണ്ടന്റിന് ക്ഷാമം ഉണ്ടാവുമോ? ക്ഷാമം ഇല്ല. അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒരാളല്ല. ഡിപ്പെൻസ് മൂഡിനനുസരിച്ച് എനിക്ക് കോണ്ടന്റ് കിട്ടുമ്പോഴാണ് ഞാൻ അങ്ങനെ ഇടാറ്. സ്ഥിരമായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഈ വീട്ടുകാരൊക്കെ അഭിനയിക്കുന്നുണ്ട് അല്ലേ കൂടെ? അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ, അതോ നമ്മൾ പറഞ്ഞപ്പോൾ മനസ്സോടെ വന്നതാണോ? ഇല്ല, ഇങ്ങനെ റീച്ചും വീഡിയോ ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചറിയുന്ന കണ്ടപ്പോൾ അപ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉമ്മാക്കൊക്കെ ഇതുപോലെ ഉമ്മേൻ്റെ കൂടെ നടന്നിട്ട് ഉമ്മാക്ക് കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. ഈ പ്രായത്തിൽ അവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? അപ്പോൾ നമ്മളെ കൊണ്ട് അത്രയും സാധിച്ചു. അതെ. ഓക്കെ, ചോദ്യം. നിങ്ങളുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും വേ ഓഫ് ആക്ടിങ്ങിന് വ്യത്യാസം വരും.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ടിങ്ങിൽ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നത്? അതുപോലെ മീറ്ററിൻ്റെ സംഭവം തന്നെയാണ്. ലൈക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്രസീവായിട്ട് ചെയ്താലേ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞാൽ കുറച്ചുകൂടെ മീറ്റർ കൂട്ടിയിട്ട് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ സിനിമയിലോട്ട് വരുമ്പം കുറച്ചുകൂടെ മീറ്റർ കുറച്ച് നമ്മളങ്ങനെ അഭിനയിക്കേണ്ടി വരും. അതാണ് ഞാൻ മെയിനായിട്ട് അഡാപ്റ്റ് ചെയ്ത കാര്യം. പിന്നെ വേറെ സംഭവിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുമ്പം ഓക്കെ നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ സിനിമയിലോട്ട് വരുമ്പോൾ ഓക്കെ പറയേണ്ടത് ഡയറക്ടറാണ്. അപ്പോൾ ആ ഓക്കെ കിട്ടാൻ വേണ്ടി കുറേ റീടേക്ക് എടുക്കേണ്ടി വരും, അതിന് വീണ്ടും 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 ആക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം മെയിനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ രീതിയിൽ അഭിനയിക്കും. അപ്പോൾ അവർക്കത് ഓക്കെ ആവണമെന്നില്ല. കാരണം ഡയറക്ടർക്ക് ഓക്കെ ആവുന്നവരെ അവരാണല്ലോ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ടേക്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ഇടയ്ക്ക് കുറയും. അപ്പോൾ അത് ഒരിക്കലും ലൈക്ക് അങ്ങനെ കുറയാൻ പാടില്ല. ഒരു സാധനം നമ്മൾ ഇങ്ങനെ പഠിക്കണം. കാരണം അവരുടെ നമ്മുടെ ബെസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ആ റീടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര റീടേക്ക് പോയാലും അത് ഓരോ പ്രാവശ്യം കൂടുതൽ എനർജിയോടെ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്കിങ്ങനെ മൂവി ചെയ്യുമ്പോൾ. എൻ്റെ കേസിൽ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡയലോഗ് പറയുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മൂവിയിലോട്ട് വരുമ്പോൾ കാരണം അങ്ങനെ ഫാസ്റ്റായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ റീൽസ് തുടക്ക സമയത്തൊക്കെ 15 സെക്കൻഡ് 30 സെക്കൻഡ് 60 സെക്കൻഡ് അങ്ങനെയായിരുന്നു ടൈം ലെങ്ത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ മാക്സിമം ഇൻപുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകും. അതേ സാധനം സിനിമയിലോട്ട് വരുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് സ്ലോ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളത് ഡയലോഗ്സ് പറയേണ്ടത്. പക്ഷെ അത് തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പോൾ ഇവർ ചോദിക്കും എന്തെങ്ങനെ സ്പീഡിൽ പറയുന്നത്, ആ ഒരു മീറ്റർ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവൻ പറഞ്ഞ പോലെ തന്നെ മീറ്ററിൻ്റെ പ്രശ്നം എല്ലാവർക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ്ഡായി. ഇപ്പോൾ ശ്യാമൻ്റെ ഒരു മലബാർ സ്ലാങ് ആണല്ലോ, അപ്പോൾ അത് തന്നെയാണോ സിനിമയിലും? അല്ല, സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വർക്കി ഫ്രാൻസിസ് എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സ്ലാങ് ഏകദേശം ഒരു ചെറിയൊരു സാമ്യതയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ കുറേ ആ ഒരു ക്രിസ്ത്യനിലോട്ട് വരാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വർക്കായിട്ടുണ്ട് നിങ്ങൾ പറയണം കണ്ടിട്ട്. അഖിൽ എന്നാർഡിയുടെ അഭിനയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ സിനിമയിലല്ലേ? സിനിമയിൽ മൊത്തത്തിൽ നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി, ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻമേരി എല്ലാവരും തിരിച്ചതുപോലെ പറയണല്ലോ, അവന് നല്ലപോലെ എല്ലാവരും നന്നാക്കി, എല്ലാവരും നന്നായി, സൂപ്പർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദ്യങ്ങളല്ല, സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഈ പറഞ്ഞു വിട്ട് വലിയ നടന്മാരുടെ മക്കളോ അല്ലെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്ന ആൾക്കാരോ ഒന്നും അല്ല. അങ്ങനെ പറയാൻ പാടില്ല. അല്ല, ഈ നേരത്തെ ആരാധകരുണ്ടല്ലേ? അവനുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ നേരത്തെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ കുറേ നാൾ വീഡിയോ ചെയ്ത് വരുമ്പോൾ അവർ തന്നെ കണ്ടുമടുക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഹെയ്റ്റായിട്ട് മാറും. അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ കേസിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആരാധനയുള്ള ഒരാളല്ല. എനിക്ക് തോന്നുന്നു ഹെയ്റ്റ് വരുന്നത് ഫ്രസ്ട്രേഷൻ മൂലമാണ്. അതായത് ഇപ്പം എല്ലാ ആൾക്കാരും നമ്മളുടെ അത്രയും വെറുത്തിട്ട് ചെയ്യുന്നൊന്നല്ല, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു തരം കുശുമ്പ്. അതെ, ഒരു കുയിന്ത്, മലപ്പുറം ഭാഷ പറയുമ്പോൾ കുയിന്ത്. അതെ, അതാണ് പ്രശ്നം, കുയിന്ത്. ആ കുയിന്തിന്റെ പുറത്താണ് പല ആൾക്കാരും. ചില ആൾക്കാരുടെ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില ജോലിയുടെ ഇടയ്ക്കൊക്കെ നല്ല ഫ്രസ്ട്രേഷൻ വരും. ഓക്കെ, അതെങ്ങനെ തീർക്കാൻ അവർക്ക് പറ്റത്തില്ല, ഫാമിലി കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. അവർക്കിങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തേണ്ട കിടക്കുന്നു നമ്മുടെ വീഡിയോ അവിടെ ഇട്ടേക്കാം. പച്ചത്തറി. അതെ. ഈ കൂട്ടത്തിൽ പ്രേതാനുഭവങ്ങളുള്ള ഹൊറർ അനുഭവങ്ങൾ ഈ ചേച്ചിക്കുണ്ട്. ചേച്ചിക്ക് കയറി വാ. ചെറിയ എന്തോ ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് പറയാൻ. വാ, കയറി വാ, ധൈര്യമായിട്ട് വാ. കുറേ നേരമായി ചേച്ചി മുഖത്ത് വല്ലാത്തൊരു ഭയം. വാ ചേച്ചി എന്തിനാ ഭയപ്പെടുന്നത്? പ്രേതത്തിനെ പേടിയാ. കുഞ്ഞുനാളിൽ എന്തോ ഒരു അനുഭവം എല്ലാവരോടും ചോദിക്കും, ഒറ്റയ്ക്ക് കിടക്കാൻ ഇപ്പോഴും പേടിയാ. ചേച്ചിക്കോ? എന്തിനാ ഇങ്ങനെ പ്രേതത്തിന് പേടി? അങ്ങനെ ഉണ്ട്, ശരിക്കും പ്രേതം ഉണ്ടോ? അറിയില്ല, എനിക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ മരിച്ചവരെയൊക്കെ ഓർമ്മ വരും. ഇപ്പോഴും ഈ പ്രായത്തിലും വരും. ഇത് കുഞ്ഞുനാളിൽ മനസ്സിൽ കയറി എന്തെങ്കിലും ഒരു കുഞ്ഞുനാളില് അങ്ങനെ അമ്മുമ്മ പറഞ്ഞു തന്ന കഥകളിലൂടെ? അങ്ങനെയല്ല, ഇങ്ങനെ അമ്മയുടെ വീട് കായംകുളം റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു. അവിടെ പ്രേതത്തിന്റെ ശല്യം ഉണ്ടായിരുന്നു അവിടെ അല്ലേ? കരയും ചേച്ചി. ഇപ്പോ ഹിപ്നോട്ടിസം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. പ്രേതത്തെ കണ്ടുണ്ടോ? കണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ കൂവുന്ന സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് അവിടെ കിടക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളി പേടി തട്ടിയതായിരിക്കാം. പിന്നെ അങ്ങനെ ഈ മരിച്ച ഇതൊക്കെ ആകുമ്പോൾ പേടി വരും. ഇപ്പോഴും പേടിയാണ്. മക്കൾക്ക് ആ പേടി പകർന്നു കൊടുക്കും. എന്നെ കളിയാക്കാറുണ്ട്. അതുകൊണ്ട് ഇതിവിടെ ആരൊക്കെയാ ഉള്ളത്? മോള്. അവരെന്ത് പറഞ്ഞാ കളിയാക്കുന്നേ? അമ്മയുടെ പേടി പ്രായമായിട്ടും പേടി ഇതുവരെ മാറിയിട്ടില്ല. മക്കൾക്ക് പേടിയുണ്ടോ? ഇല്ല, അവർക്ക് പേടിയൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ ശരി ചേച്ചി, പേടിക്ക് നന്നായിട്ട്. അല്ല, ഈ പറഞ്ഞ നമ്മുടെ എൻ്റെ കേസിലുണ്ടല്ലോ, ചെറുപ്പത്തിലേക്ക് കസിൻസ് ഒക്കെ കൂടുമ്പോൾ ഇതേപോലെ പ്രേതകഥയൊക്കെ പറയും. അതിപ്പോൾ എല്ലാ വീട്ടിലുള്ളതല്ലേ പ്രേതകഥ. അവർ പറയുന്നത് പോലെ തലയില്ലാത്ത
ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. നമ്മൾ അന്നേരം വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. പിന്നെ ഇത് പിന്നീട് ഇരുന്ന് ആലോചിക്കും, പതിയിരുന്ന് ആലോചിക്കും. പക്ഷെ നമ്മൾ ഞാൻ ഇതൊരു പ്രേതം അങ്ങനെ കണ്ടൊന്നുമില്ല, എങ്കിലും പക്ഷേ ഈ പേടി ഉള്ളിൽ കാണും. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാവുണ്ട്, നേരെ ഓപ്പോസിറ്റ് കാവ, അതിൻ്റെ ബാക്കി ഒരു പള്ളിയുണ്ട്. അപ്പോൾ രാത്രി ഇതുപോലെ അവർ പറയാറുണ്ട്, ഇതുപോലെ വരുത്തുപോക്കുണ്ട്, തീഗോളമൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അതെല്ലാ നാട്ടിലും ഉണ്ട് അങ്ങനെ. അത് എല്ലായിടത്തും പറയുന്ന സംഭവം. അപ്പോൾ ഈ വൈകിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി പോകും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇത് കാവിൻ്റെ ഫ്രണ്ട് കിടപ്പുണ്ട്, അന്നേരം ഒരു ഓട്ടോ ഉണ്ട്. ഈ കൂട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രേത കഥകൾ പങ്കുവെക്കാൻ ചേട്ടനുണ്ട്? ആ ചേട്ടനുണ്ട്, ഉറപ്പാണ്. ഇങ്ങോട്ട് വാ, ചേട്ടൻ കയറി വാ. ആ ചേട്ടന് പ്രേതകഥ പങ്കുവെക്കാൻ വേണ്ടി വരിക ചേട്ടൻ. രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. വാ ചേട്ടൻ. ചേട്ടന് ഉള്ളിൽ ഭയമുള്ള ആളാണ്. ഇല്ല ഭയമൊന്നുമില്ല. ഭയം മറക്കാൻ മീശ വെച്ചിരിക്കുന്നു അല്ലേ? അല്ല ഞാൻ പറഞ്ഞു അല്ല. ചേട്ടന് ഈ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്? ഇല്ല, ഞാൻ പ്രേതത്തിനെ കണ്ടിട്ടില്ല. പ്രേതം എന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാരെയാ ഉദ്ദേശിച്ചത്? ആ പ്രേതം ആരാ? അല്ല, ആ പ്രേതം എവിടെ ഉണ്ട് ഇപ്പോൾ? ഇവിടെ ഉണ്ടോ ആ പ്രേതം? അല്ല, അങ്ങനെ കുറേ പ്രേതങ്ങളുണ്ട്. നമ്മൾ ചെയ്യണ കാര്യങ്ങളതിനൊക്കെ നെഗറ്റീവ് പറയാനും ഇതൊക്കെ. പക്ഷേ അവരോടൊക്കെ ഭയങ്കര സന്തോഷമാണ്. വെച്ചാൽ അവർ നമ്മളെന്നെ മോട്ടിവേഷൻ ചെയ്യാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ തന്നെയൊക്കെ ഇപ്പോൾ ഈ പിള്ളേർക്ക് തന്നെ അറിയാൻ പറ്റും. ഇവരൊക്കെ പണ്ടൊക്കെ ചെയ്യുമ്പോൾ അവർ തന്നെ കുറേ ആൾക്കാർ പിന്നിലേക്ക് വലിച്ചിട്ടുണ്ടാവും അല്ലേ? അതല്ല നിങ്ങളെ പ്രോത്സാഹനമായി വന്നത്, കളിയാക്കലേ അല്ലേ? ചേട്ടന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു? സിനിമയിൽ അഭിനയിക്കാറുണ്ട്. ഞാൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ആഗ്രഹം പോലെ ഒരുപാട് സിനിമകളിൽ ഇനി അഭിനയിക്കാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ കുറേയധികം സംസാരിച്ചു. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അടിപൊളി കിഡിലും റീൽസ് ചെയ്തിട്ടുള്ള കുറച്ചധികം ആളുകൾ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നൂറുകണക്കിന് റീൽസ് വന്നു. അതിൽ തന്നെ ഒരു 8 പേരെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഒരു 3 പേർക്ക് ഞങ്ങളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നുണ്ട്. എല്ലാവരും സമ്മാനത്തിന് അർഹരാണ്. നിങ്ങൾ ആരുടെയും കഴിവൊട്ടും കുറച്ച് കാണുന്നില്ല. അപ്പോൾ ആദ്യം 3rd പ്രൈസ് നേടിയിട്ടുള്ള ആളെ വിളിക്കട്ടെ. അപ്പോൾ പേരെന്താ? ശ്രേയ. പേര്? അശ്വതി. നല്ല പേര്. എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. അപ്പോൾ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ആശയം കിട്ടിയത് എങ്ങനെയാണ്? ഈ റീല് കോൺടെസ്റ്റ് വന്ന സമയത്ത് ടീസർ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ട്രെയിലർ ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ വളരെ കുറച്ച് സീൻസ് ഒക്കെ ഉള്ളൂ. അപ്പം അത് കണ്ടപ്പോൾ മനസ്സിലായി, അതെ, ചില സൂചനകൾ കിട്ടി. അതൊരു ഹോസ്റ്റൽ പശ്ചാത്തലത്തിലൊക്കെ നടക്കുന്നൊരു കഥയാണെന്നും പിന്നെ ജോണർ ഹൊറർ ആൻഡ് കോമഡി ആണെന്നും മനസ്സിലായി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതെ അത് വെച്ചിട്ട് ട്രെയിലർ കിട്ടിയിരുന്നെങ്കിലോ? ടീസറിൽ നിന്ന് ഇത്രയും, അപ്പോൾ ട്രെയിലർ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ആഡ് ചെയ്യായിരുന്നു എന്ന് തോന്നി. ഗംഭീരമാക്കുമായിരുന്നു. അല്ല, അങ്ങനെയല്ല, എന്നാലും കുഴപ്പമില്ലാതെ. യെസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പറ. ഒരു ടീസറിൽ നിന്ന് ഒപ്പിച്ചെടുത്താണ്. അപ്പോൾ റീൽസ് എടുക്കുന്ന ആളാണ്. എത്ര കഷ്ടപ്പാട്, എത്ര സമയം, എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ടാവും? അതെ, നല്ല കഷ്ടപ്പാടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ, ഞാൻ കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സിനിമയും ഈ റീലും തമ്മിൽ കുറച്ച് കണക്ഷൻ എവിടേക്ക് എന്തൊക്കെയോ ഒരു പേടി അതുപോലെ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ വ്യത്യാസമാണ്, പക്ഷെ എങ്കിലും നല്ല രസമുണ്ട്. എനിക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്താണ്. ഇല്ലയോ? കുറച്ച് കൂടുതൽ എടുത്തു. 5 മണിക്കൂർ. ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലോ. നല്ല അടിപൊളി. അന്മരിക്ക് എന്താ പറയാനുള്ളത്? അല്ല, എല്ലാവരും പറഞ്ഞ പോലെ അവരുടെ എഫേർട്ട് എന്തായാലും ഇതിനകത്ത് കാണാം. ലൈറ്റിംഗ് ആണേലും പ്രേതായിട്ടും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. യെസ്, അടിപൊളി. അപ്പോൾ താങ്ക് യു. ഇനി കാണാനുള്ളത് സെക്കൻഡ് പ്രൈസ് 10,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ പോരട്ടെ സമ്മാനം. യെസ്. അപ്പോൾ വിഷ്ണു ആൻഡ് ടീം. വിഷ്ണു നിങ്ങളുടെ പേര്? അഭിജിത്ത്. ആഷിത്ത്. സ്ഥലം? കൊല്ലത്താണ്. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സംഗതി അടിച്ചു പൊളിച്ചു, സംഭവം ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഡേറ്റിലാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ആലോചിച്ച് അന്ന് തന്നെ ചെയ്തങ്ങ് കൊടുത്തു. അവസാന മൊമെന്റിൽ. അതെന്താണ്? അതുവരെ ഞങ്ങൾ ഇല്ലായിരുന്നു, വേറെ പുറത്ത് കുറച്ച് തിരക്കിൽ പെട്ടുപോയി. പക്ഷേ ഇത് കിട്ടിയെന്ന് അറിഞ്ഞ സമയത്ത്, അതായത് നമ്മൾ പ്രൈസ് വിന്നേഴ്സ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഒരു സന്തോഷം തോന്നി. പിന്നെ ഒരുപാട്. അപ്പോൾ ജൂലൈ 24-ാം തീയതി എന്താ പരിപാടി? സിനിമ കാണും. അതുപോലെ ഉറപ്പല്ലേ? റീല് മാത്രം ചെയ്താൽ പോരാ, സിനിമ കാണണം. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു വലിയ കൈഡി കൊടുക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്കിനി ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന കേരളത്തിലെ ഏകദേശം 14 ജില്ലകളിലുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു റീൽ കോൺടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ട്, പിന്നെ റിപ്പോർട്ടറിൻ്റെ ഒരു ഭാഗമാകാൻ, പിന്നെ ഈ ഒരു സിനിമയോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം, ഇതെല്ലാം ചേർത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൽ ഫസ്റ്റ് പ്രൈസ് ആർക്കാണ്, ഒന്നാം സമ്മാനം ആർക്കാണ്? ഐറിൻ, റോസ് ആൻഡ് ടീം. മുഖത്തോട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു സ്നേഹവും സന്തോഷമൊക്കെ തോന്നില്ലേ? ഈ ഒരു റീല് കണ്ടപ്പോൾ ഇവിടെ ഇരുന്ന് എല്ലാവരുടെയും മുഖത്ത് വിരിഞ്ഞ ഒരു ചിരിയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങളോടാ ചോദ്യം, എന്ത് തോന്നി നമ്മുടെ മക്കളുടെ റീല് കണ്ടപ്പോൾ? നന്നായിട്ടുണ്ട്. കാരണം നമ്മുടെ സോങ് ആ ക്യാൻറ്റീൻ സീനൊക്കെ അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടറാണ് ഇവർ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓ, റൊമാൻസ് ഒക്കെ വന്ന് രണ്ടുപേർക്കും. ഇത് എങ്ങനെയാണ് ഇതിലോട്ട് എത്തി? രണ്ടുപേരുടെയും ഐറിൻ, മോൻ്റെ പേര് ഷാൻവിൻ. എവിടെ രണ്ടുപേരുടെ സ്ഥലം? കണ്ണൂർ പാനൂര്. കുറേ നാളായിട്ട് അഭിനയിക്കാറൊക്കെ ഉണ്ടോ? ഒരു മൂവി ചെയ്തു. ഏതായിരുന്നു മൂവി? അച്ചപ്പാസ് ആൽബം. ഓക്കെ, മോൻ മൂവിയിൽ അഭിനയിക്കാൻ പോകുന്നുള്ളൂ. എപ്പോഴാണ് ഈ അഭിനയിക്കണം, സിനിമയിൽ കയറണം, അഭിനയിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നത്? ആദ്യമൊക്കെ പണ്ടേ ഞാൻ റീൽസ് ചെയ്യും. 3 വയസ്സുള്ളപ്പോഴേ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് 10 വയസ്സായി. 10 വയസ്സായി. ഇപ്പൊ 7 വർഷമായിട്ട് നിങ്ങളെക്കാളും സീനിയറാട്ടോ. ഓക്കെ, 7 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ കാണുമ്പോൾ അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? സ്കൂൾ ഫുൾ സപ്പോർട്ടാ, ടീച്ചർ ഫുൾ ഫാൻസാ. ഇതാരാ ഇതിന് സഹായിക്കുന്നതൊക്കെ? എൻ്റെ അമ്മ. കട്ടയ്ക്ക് അമ്മയുണ്ട് കൂടെ. എവിടെ അമ്മ? ഇതാ അമ്മ എവിടെ തന്നെ ഉണ്ട്. മോനോ? അപ്പൊ ഇത് ഇങ്ങനെ ഒരു റീല് ചെയ്യാം, മഹാരാജ സിനിമ വരാൻ പോവാണ്, ഇങ്ങനെ റീല് ചെയ്യാന്ന് ആരാണ് ആദ്യം പറഞ്ഞത്? ആദ്യം അമ്മ പറഞ്ഞത്. ഇങ്ങനെ ഒരു റീൽ കോൺടെസ്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാം. ക്യാമറാമാൻ ജിബി ഷട്ടനാണ്. ജിബി ഷേട്ടനും അവിടെ ഉണ്ട്. പിന്നെ എഡിറ്റർ ആരാ? എഡിറ്ററും ജിബി ഷട്ടൻ. എല്ലാം ജിബി ഷേട്ടനാ. അഭിനയം നമ്മളാ. അപ്പൊ ഇത് ചെയ്ത സമയത്ത് ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. കിട്ടിയപ്പോ സന്തോഷമായി. വേണേ നമ്മുടെ അമ്മയും കൂടി സ്റ്റേജിലേക്ക് വരാം. ഇത്രയും സപ്പോർട്ട് കൊടുത്ത് ജിബി ഷേട്ടനും കൂടി പോരട്ടെ. ഫസ്റ്റ് പ്രൈസ്, ഇത്ര അധികം ആളുകൾ പങ്കെടുത്ത റീൽ കോൺടെസ്റ്റിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള കുട്ടികളുടെ അമ്മ ജിബി ഷേട്ടൻ. എല്ലാ സപ്പോർട്ടും കൊടുക്കും ജിബി ഷേട്ടനാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവരെ ചെറിയ മക്കളായതുകൊണ്ട് ഒരു പരിഗണന കിട്ടുമെന്ന് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിപ്പോൾ 2 ദിവസം മുന്നെയാണ് ഇതിൻ്റെത് നമുക്ക് റിപ്പോർട്ടർ ടീവിൻ്റെ ആൾ അയച്ചു തന്നത്. അപ്പോൾ തന്നെ ഞാനത് ജിബി ചേട്ടന് ഷെയർ ചെയ്ത്, ജിബി ചേട്ടൻ അതായത് ഷൂട്ടിൻ്റെ ഒക്കെ തിരക്കിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അയച്ചപ്പോൾ തന്നെ ജിബി ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്കിത് ചെയ്യാം, പക്ഷേ ഇതെങ്ങനെയാണ് സെറ്റാക്കുക, എവിടെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ജിബി ചേട്ടൻ അപ്പോഴത്തേക്ക് ഡേറ്റ് പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ മക്കൾ ചെറുതായതുകൊണ്ടും LP വിഭാഗം ആയതുകൊണ്ടും യൂണിഫോമിലൊക്കെ വരുമ്പോൾ ഒരു മെച്യൂരിറ്റി കിട്ടില്ല. അപ്പം മോൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ സ്കൂളിലെ HMനെയും പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ആലോചിച്ച് സ്കൂളിൽ നിന്ന് ഷൂട്ട് എടുത്ത് വേറൊരു എൻ്റെ കൂട്ടുകാരിയുടെ ഒരു ഡ്രസ്സ് മോക്ക് സംഘടിപ്പിച്ച് ചെയ്തതാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. ഉദ്ദേശിച്ച കാര്യം നടന്നു. ഒരുപാട് സന്തോഷം. എന്താ പറയാനുള്ളത്? വാക്കുകൾ കിട്ടുമെന്ന് അറിയില്ല. പിന്നെ എന്നോടിപ്പോൾ ആദ്യമായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ട്രെയിലറൊക്കെ ഒന്ന് കണ്ടു. ഇപ്പോൾ കണ്ടപ്പോൾ ഈ ഹൊററാണെന്ന് മനസ്സിലായി, കോമഡി ഹൊററാണെന്ന് മനസ്സിലായി. പക്ഷെ എനിക്ക് ഇവരെ കൊണ്ട് വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ഭാഗം തന്നെ ഞാനും സെലക്ട് ചെയ്തിട്ട് പറഞ്ഞ ഭാഗം ഇതായിരുന്നു, അശ്വതിയും പറഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ അത് പിന്നെ ക്യാൻറ്റീൻ ടൈപ്പ് സാധനം വേണം, സ്കൂൾ ടൈപ്പ് വേണം, യൂണിഫോം വേണം. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വർക്കും ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു ദിവസം ബാക്കി എല്ലാ അശ്വതിയാണ് സെറ്റാക്കിയത്. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് ഏകദേശം ക്യാൻറ്റീൻ ടൈപ്പ് വേണമെന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്ത് അവസാനം കിട്ടത്ത് കിട്ടി. നമ്മളൊരു 4 മണിക്കാണ് ലൊക്കേഷൻ എത്തുന്നത്. ഒരു 6 മണി 6:30 ഷൂട്ട് കഴിഞ്ഞു. ഈ മോനും മോളും പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പെർട്ടാണ്. ഇവരെ പേജ് നോക്കിയാൽ മതി. സിമ്പിളാണ് കാര്യങ്ങൾ. ഇതിനു മുന്നേ ആണോ? ഇത് മുന്നേ ദൃശ്യം 3ന്റെ ഉണ്ടായിരുന്നു, അതിനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അതിലും കപ്പടിച്ചിരുന്നു. സ്ഥിരം പരിപാടിയാണ്. ഇല്ലാടികളാണ്. പങ്കെടുക്കുക, കപ്പടിക്കുക, കൊണ്ടുപോവാ. എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതെങ്ങനെ ഇത്ര ഈസി ആയിട്ട് അഭിനയിക്കുന്നത്? അഭിനയം ഇത്ര എളുപ്പമാണോ? അല്ല, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് എളുപ്പമാണ് അല്ലേ? ഇത് ആരാ പഠിപ്പിച്ചത്? പണ്ടേ എൻ്റെ അമ്മയെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും. ആണോ? ഈ അഭിനയത്തിൽ എന്താ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? അഭിനയത്തിൽ
ഒന്നുമില്ല, ഈസിയാ അല്ലേ? ഈസിയാ. ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ ചേട്ടന്മാരോട് എന്താ ചോദിക്കാനുള്ളത്? ചേട്ടന്മാർ റീൽസ് ഒക്കെ കാണുന്നല്ലേ? ആ ചേട്ടന്മാരോടും ചേച്ചിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മക്കൾക്ക് ചോദിക്കാം. ഞാൻ ഇവരുടെയൊക്കെ സബ്സ്ക്രൈബറാണ്. എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടിയാൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കും. താങ്ക് യു. അപ്പം ഡയറക്ഷനും താല്പര്യമുണ്ട്. നാളെ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചേട്ടന്മാരും ചേച്ചിനെയും വിളിക്കും. നിങ്ങൾ പോവല്ലോ അല്ലേ? പോവല്ലോ, ഉറപ്പ്. അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളും സജസ്റ്റ് ചെയ്യും. നിങ്ങൾ വിളിക്കൂ. അതെ, വിളിക്കും. ഇവിടെ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കും. എന്നെ വിളിക്കുമോ? ഒരു അവസരം, ഒരു സൈഡ് റോള് തരുമല്ലോ? എഗ്രി. ഓക്കെ. ഇനി മോൻ എന്താ പറയാനുള്ളത് ചേട്ടന്മാരോട്? എല്ലാ അഖിലേട്ടനെ ഭയങ്കര ഇഷ്ടം. ആരെയാ ഏറ്റവും ഇഷ്ടം? NRD. എല്ലാവരും ഇഷ്ടം. നല്ല ഇഷ്ടം അറിയാം. ഒന്നും അറിയാല്ല. അത്രേ ഉള്ളൂ. സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് മക്കളോട് എന്താ പറയാനുള്ളത്? എനിക്കൊരു അവസരം തരണം. കുഴപ്പമില്ല. അതായത് റീൽസില് ഒരു അവസരം തന്നാൽ നമ്മൾ പൊളിക്കും. കൂടുതലായിട്ട് യൂട്യൂബ് വീഡിയോസ് ആയിരിക്കുമല്ലേ കാണുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഈ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ അഖിലേട്ട അവസരം കൊടുക്കും. അപ്പം മോളുടെ സിനിമയിൽ നിങ്ങൾക്ക് അവസരം കിട്ടി, NRDയുടെ വീഡിയോയിൽ മോൻ അവസരം കിട്ടി. നമുക്ക് വല്ലതും കിട്ടുമോ? എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടോ? മക്കളോട് ചോദിക്കാനുണ്ടോ? ഒന്നും ചോദിക്കല്ല. എനിക്ക് വീഡിയോ ആദ്യം കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എന്നിട്ട് എല്ലാവരും ചോദിച്ചു കണ്ടോ എല്ലാവരും കണ്ടോ എന്ന് ചോദിച്ചു. ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അഭിനയിച്ച എല്ലാവരുടെയും അഭിനയം. എനിക്ക് രണ്ടുപേരും ഭയങ്കര നാച്ചുറലായിട്ട് ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറയായിരുന്നു എന്നോട് നമ്മളെക്കാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ കോമ്പറ്റീഷൻ ആയിട്ട്. ചിരിയാണ് ഭയങ്കര പ്രശ്നം. എനിക്ക് ചിരി വരാൻ ഭയങ്കര പാടാ. ഏറ്റവും കൂടുതൽ കുറേ ടേക്ക് പോയിട്ടുണ്ട്. ചിരി ഇങ്ങനെ നാച്ചുറലായിട്ട് ചിരി വരെ കുറച്ച് പാടാ, ബുദ്ധിമുട്ടാ. മാക്സിമം എനിക്ക് അല്ല ചിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് കുറേ വട്ടം റീടേക്ക് എടുപ്പിച്ചാണ് ചെയ്തത്. എന്തായാലും സംഗതി എല്ലാം റെഡിയായി, സെറ്റായി. അപ്പോൾ മക്കൾക്കൊരു വലിയൊരു കൈഡി ഇവിടെ ചേട്ടന്. എനിക്ക് അഖിലേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വിഷേട്ടൻ പറഞ്ഞോളൂ. എനിക്ക് ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന മോനും 10ാം ക്ലാസ് ഒരു മോളും ഉണ്ട്. അപ്പോൾ മൂപ്പർ രണ്ടാളും ഫുഡ് കഴിക്കാനൊക്കെ അഖിലേട്ടൻ്റെ വീഡിയോ ആണ് ഫുൾ ടൈം ടിവിയിൽ ഉണ്ടാവുക. അഖിലേട്ടനെ കൊണ്ട് വലിയ കേട്ടോ. അപ്പോൾ എന്നോട് വരുമ്പോൾ എൻ്റെ ഫാൻസ് ആണെങ്കിൽ സെന്റ് തെരേസയിൽ പോകണം ആയിരിക്കും. അപ്പോൾ വരുമ്പോൾ എന്നോട് പറഞ്ഞത് അഖിലേട്ടനെ ഒരു ഫോട്ടോ എടുത്തിട്ടേ വരാവൂ, എൻ്റെ അന്വേഷണം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ മക്കൾ ജിയാൻ സാഗർ, നൈനിക. അപ്പോൾ പറഞ്ഞു അവർക്ക് പേര് ഓർമ്മ വന്നോ? പേര് കിട്ടിയോ? ജിയാൻ സാഗർ, നൈനിക. വീഡിയോ സിനിമ കാണണം കേട്ടോ. ഇനി സപ്പോർട്ട് ചെയ്യണം. സിനിമ പോയി എന്തായാലും കാണണം കേട്ടോ. മറക്കരുത്. ഫാൻസ് എല്ലാം ഇരച്ച് കയറിയാൽ തന്നെ സിനിമ ബമ്പർ ഹിറ്റ്. ഇവരൊക്കെ കയറിയാൽ മതി. അപ്പോൾ കുട്ടികൾ കയറുമ്പോൾ അച്ഛനും അമ്മയും കയറുമല്ലോ. അപ്പോൾ 3 ആയല്ലോ. അപ്പോൾ ഫാമിലി. ഓക്കെ. അപ്പോൾ ഒരു ഗൈഡിയും കൂടി കൊടുക്കാം. അപ്പോൾ മഹാരാജ റീൽ കോൺടെസ്റ്റിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും വാങ്ങിയ ടീമിനെ നമ്മൾ കണ്ടു. അടിപൊളി റീലുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഒരുപാട് പേര് പങ്കെടുത്താണ്. കുറച്ച് സ്പെഷ്യൽ ജൂറി അവാർഡും കൂടി കൊടുക്കാനുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കട്ടെ? യെസ്. അപ്പോൾ അമൽ ജോയ് ആൻഡ് ടീം. അടുത്ത സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ ആളെ വിളിക്കുകയാണ്. ഷാഹിദ്. ഒരു വലിയ കൈയ്യടി കൊടുക്കാം ഷാഹിദിന്. അപ്പോൾ അടുത്ത സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ ടീമിനെ വിളിക്കാം. അലൻ സുരേഷ് ആൻഡ് ടീം. അപ്പോൾ ഇവരെല്ലാവരും നല്ല അടിപൊളി റീൽസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. ഒരുപാട് കയ്യടിയുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. സിനിമ പിക്ചേഴ്സ് ടീം. യെസ്. അപ്പോൾ റിപ്പോർട്ടർ ഫിലിംസിൻ്റെ മഹാരാഷ്ട്ര ഹോസ്റ്റൽ വൈബ്സ് പരിപാടി ഏകദേശം അവസാനിക്കാറായി. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഒന്നുകൂടി. ഞാൻ മഹാരാഷ്ട്ര എന്നല്ലേ പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി എടുക്കട്ടെ. പലയിടത്തും പലതല്ലേ? മഹാരാഷ്ട്ര ഹോട്ടൽ. ഓക്കെ. മഹാരാജാസ് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട. നമ്മളായി അല്ലേ? അപ്പോൾ റിപ്പോർട്ടർ ഫിലിംസ് സംഘടിപ്പിച്ച മഹാരാജ
ഹോസ്റ്റൽ വൈബ്സ് സംഗതി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, അടിച്ച് പൊളിച്ചു. ആ, സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ ഇരിക്കുന്ന ഓഡിയൻസിനോടും ഇത് കാണുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത്? എനിക്ക് ആകെ പറയാനുള്ളത് ഈ പറഞ്ഞോട്ട് ഞങ്ങൾ സാധാരണ ആൾക്കാരാണ്, അപ്പം നമ്മളെ സപ്പോർട്ട് ഞങ്ങളൊക്കെ പിന്നെ അസാധാരണ ആൾക്കാരാണ്. നമ്മളെല്ലാം ഒരേപോലുള്ള സാധാരണ മനുഷ്യൻ. എങ്ങനെയെങ്കിലും കുറച്ച് സിമ്പതി ഒന്ന് സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് ഫാൻസിനെ കൊണ്ടുപോയി അഖിലേട്ടൻ. ആ, പറ. അപ്പം എല്ലാവരും പടം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കത് മാത്രമേ പറയുള്ളൂ. മഹാരാഷ്ട്രയിൽ മഹാരാജ എന്നെ കളിയാക്കിയപ്പോഴേ ഞാൻ ഓർത്തു, എന്നെ കളിയാക്കി ആരും. ഇപ്പോൾ നമ്മുടെ മൂവി എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ അധികം ബോറടിക്കാതെ കണ്ട് രസിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഹൊറർ ഫിലിം ആയിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടുകൂടി എന്താണ് ഈ ജൂലൈ 24-ാം തീയതി തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുക്കും. ഞങ്ങൾ എടുക്കണം, എല്ലാവരും കാണണം. ഒരു കൊച്ചു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും പിള്ളേർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. യെസ്, ഓക്കെ. അൻമരിയ കലിപ്പിലാണ്. ഇനി മറിച്ച് പറയാം. ഇത് തന്നെ. അല്ലല്ല, എല്ലാവരും പോയി കണ്ട് ചിരിച്ച് ചെറുതായിട്ട് പേടിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു നല്ല മൂവിയാണ്. അതുകൊണ്ട് എല്ലാവരും പോയി കാണണം. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ 24-ാം തീയതി ഒരു എന്താ പറയുന്നത്, ഒരു ഒറ്റ ദിവസം മതി ജീവിതം മാറി മറിയാൻ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സിനിമാക്കാരുടെ കാര്യത്തിൽ വെള്ളിയാഴ്ചയാണോ 24-ാം തീയതി? ഫ്രൈഡേ ആണ്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച മതി. പ്രേതങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പോൾ നിങ്ങൾ വരികയാണ് പ്രേതങ്ങളുമായിട്ട്. അപ്പോൾ ഒരു ഒറ്റ വെള്ളിയാഴ്ച മതി ജീവിതം മാറി മറിയാൻ. അപ്പോൾ 24-ാം തീയതി മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സിനിമ അതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. ഇരു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെയും പ്രിയപ്പെട്ട സംവിധായകനുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ അണിയറ പ്രവർത്തകർക്കും അതോടൊപ്പം നിങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾക്കും ഒരു വൻ സ്വീകരണം കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കട്ടെ. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും, ഇവിടെ നല്ല അടിപൊളി റീൽസൊക്കെ ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, നമ്മുടെ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, താങ്ക് യു. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ജൂലൈ 24-ാം തീയതി തിയേറ്ററിൽ തന്നെ പോയി മഹാരാജ ഹോസ്റ്റൽ കാണണം. ആവേശം മൂക്കുമ്പോഴേ മഹാരാഷ്ട്ര വീണ്ടും വന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരു അടിപൊളി ഒരു സെൽഫി എടുത്താലോ? ഒരുമിച്ച് എടുക്കാം. ഓക്കെ.